ഗുഡ് ഈവനിങ് ഓൾ. UPSC പ്രിലിമിനറി എക്സാമിൻ്റെ അതായത് 2024 UPSC പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതായത് അടുത്ത 2 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Consider the following pairs. How many of the above are correctly matched? ഇവിടെ 2 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നിൽ പൊളിറ്റിക്കൽ പാർട്ടീസും അതിൻ്റെ ലീഡേഴ്സും തന്നിട്ടുണ്ട്. ഭാരതീയ ജനസംഘിൻ്റെ നേരെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, സോഷ്യലിസ്റ്റ് പാർട്ടീസിൻ്റെ നേരെ C. രാജഗോപാലാചാരി. അപ്പോൾ ഇത് കറക്റ്റ്ലി മാച്ച്ഡ് ആണോ? ഓരോ പാർട്ടിയുടെ ലീഡേഴ്സ് ആണോ ഇപ്പോഴത്തെ കോളത്തിൽ നൽകിയിട്ടുള്ളത്? അങ്ങനെ ഈ തന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Dr. Shyama Prasad Mukherjee founded the Bharatiya Jansangh in 1951. It existed from 1951 till 1977. അപ്പോൾ ഭാരതീയ ജനസംഘ് സ്ഥാപിച്ചത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തന്നെയാണ്. 1951 മുതൽ 1977 വരെയാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ശരിക്കും മാച്ച് ആയിട്ടുള്ള പെയറാണ്. അടുത്തത് സോഷ്യലിസ്റ്റ് പാർട്ടിനെ കുറിച്ചിട്ടാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫൗണ്ടഡ് ഇൻ 1934. ആരൊക്കെയാണ് ലീഡേഴ്സ്? ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹ്യ ആൻഡ് ആചാര്യ നരേന്ദ്രദേവ. സോ ഹിയർ വി ക്യാൻ സി രാജഗോപാലാചാരി ഹാഡിൻ എനി റോൾ ഇൻ സോഷ്യലിസ്റ്റ് പാർട്ടി. രാജഗോപാലാചാരിക്ക് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ശരിയായ രീതിയിലുള്ള മാച്ച് അല്ല. അടുത്തത് കോൺഗ്രസ് ഓഫ് ഡെമോക്രസി ആണ്. ദറ്റ് വാസ് എൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി ഫൗണ്ടഡ് ഇൻ 1977 ബൈ ജഗ്ജീവൻ റാം. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് പറയുന്നത്? ജഗ്ജീവൻ റാം, ഹേംവതി നന്ദൻ ബഹുഗുണ, നന്ദിനി സത്ബായി. ദി ലെഫ്റ്റ് ഇന്ത്യൻ കോൺഗ്രസ് ഓഫ് ഇന്ദിരാഗാന്ധി ആൻഡ് ഡെനോസ്ഡ് ഹർ റൂൾ ഡ്യൂറിങ് എമർജൻസി. എമർജൻസിയുടെ സമയത്ത് ഈ 3 പേരും ഇന്ദിരാഗാന്ധിയുടെ ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് രൂപീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി. സോ അതിൽ ജഗ്ജീവൻ റാം ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഇനിയുള്ളത് സ്വതന്ത്ര പാർട്ടിയാണ്. സ്വതന്ത്ര പാർട്ടി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1951. 1951 ആരൊക്കെയാണ്? ഹൂ വർ അഗെയിൻസ്റ്റ് ദ കോൺഗ്രസ് ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് പോളിസീസ്. അതായത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സോഷ്യലിസ്റ്റ് പോളിസീസിനെതിരെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. അതിലെ ലീഡേഴ്സ് എന്ന് പറയുന്നത് രാജഗോപാലാചാരി, മിന്നു മസ്നി, NG രംഗ. അവരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. So they advocated for a market driving economy and they asked to abolish the license rights. So ഇവിടെയാണെങ്കിലും that means pair 3 സ്വതന്ത്ര പാർട്ടി ആചാര്യ നരേന്ദ്രദേവ് അത് നോട്ട് മാച്ച്ഡ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ്, ഇത് തെറ്റ്, ഇത് കറക്റ്റ്, ഇത് തെറ്റ്. അപ്പോൾ എത്ര എണ്ണമാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്? 1, 2. സോ ഓൺലി 2. അപ്പോൾ എത്ര എണ്ണമാണ് ഇതിൽ ശരിയായ രീതിയിൽ മാച്ച് ചെയ്ത രീതിയിൽ നൽകിയിട്ടുള്ളത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 1, 3. അതിൻ്റെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണാണ്? 2. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് പവർ ഓഫ് ദ മുനിസിപ്പാലിറ്റീസ് ആർ ഗിവൺ പാർട്ട് 9A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ്, എമർജൻസി പ്രൊവിഷൻസ് ആർ ഗിവൺ ഇൻ പാർട്ട് 18 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഗിവൺ ഇൻ പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? 1, 2 ആണോ? 2, 3 ആണോ? 1, 3 ആണോ? 1, 2, 3 ആണോ? ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് പാർട്ട് 9A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. അത് ഡീൽസ് വിത്ത് മുനിസിപ്പാലിറ്റീസ് തന്നെയാണ്. It was added by 74th Amendment and introduced in 1992. It came into force in 1st June 1993. Article 243P to 243 ZG. ഇതാണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ. ഇത് ആക്ട് ആഡ് ചെയ്തിരിക്കുന്നത് 12th ഷെഡ്യൂളാണ്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് 25 പാർട്സ് ആൻഡ് 12th ഷെഡ്യൂൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതിൽ 9A എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റീസ് തന്നെയാണ്. അതുപോലെ അടുത്തത് എമർജൻസി പ്രൊവിഷനാണ്.
പാർട്ട് 18 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ പ്രൊവിഷൻ ഫോർ എമർജൻസീസ്. അപ്പോൾ അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം 3 തരത്തിലുള്ള എമർജൻസീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പോളിറ്റിയിൽ, നാഷണൽ, സ്റ്റേറ്റ്, ഫിനാൻഷ്യൽ. അപ്പോൾ എന്തായാലും അത് വരുന്നത് പാർട്ട് 18 തന്നെയാണ്. അപ്പോൾ അതും കറക്റ്റാണ്. ഇപ്പോൾ 2 കറക്റ്റായേ. അടുത്തത് പ്രൊവിഷൻ റിലേറ്റഡ് ദ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്. ആർട്ടിക്കിൾ 368 ആണ് അമെൻമെൻറ്റ് എന്ന് നമുക്കറിയാം. നമ്മളത് പോളിറ്റിയുടെ ക്ലാസ് വേറെ തന്നെ ചെയ്തു തരാം. ഇപ്പം ഞാനത് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാണ്. അതിൽ പാർലമെൻ്ററി അമെൻമെൻറ്റ്സ് പറയുന്നുണ്ട്. അത് പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഏത് രീതിയിലും ഭേദഗതി വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഭേദഗതി, പാർലമെൻറ്റിലെ നിയമങ്ങളുടെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പാർട്ട് 20 ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ 1, 2, 3 അതാണ് ഓപ്ഷൻ കറക്റ്റ്. സോ ദ ഓപ്ഷൻ statement 1 is correct, statement 2 is correct, statement 3 is correct. So which of the following statements are correct? 1, 2 and 3. അടുത്ത 2 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.